ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2311. ഇന്ന് ഏപ്രിൽ മാസം 29 തീയതി 119 ദിവസത്തിലെത്തി. യേശുവിനെ കുറിച്ചാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹ ഇങ്ങനെ തന്റെ സുവിശേഷത്തിന്റെ 27 അധ്യായത്തിൽ കുറിച്ചത്. എന്നാൽ അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. യേശുവിന്റെ നിശബ്ദതയെക്കുറിച്ചായിരുന്നു, മൗനത്തെക്കുറിച്ചായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉടനെ ഉത്തരം കൊടുക്കേണ്ടതുണ്ടോ? എല്ലാ വർത്തമാനങ്ങളോടും അതേ പ്രകാരം പ്രതികരിക്കേണ്ടതുണ്ടോ? എല്ലാ ആരോപണങ്ങൾക്കും അപ്പോഴപ്പോൾ പ്രതിരോധിക്കണം. അങ്ങനെയൊക്കെ വേണമെന്നാണ് പൊതുവെ നമ്മുടെ പക്ഷം. മറുപടി പറയാതിരുന്നാൽ അത് പരാജയമാണത്രേ. മൗനം സമ്മത ലക്ഷണം എന്ന് വ്യാഖ്യാനിച്ചാലോ വല്ലാത്തൊരു ഭയമാണ്. മറുപടി വല്ലതും പറയാനുണ്ടോ എന്നാണ് ന്യായാധിപനും ചോദിക്കുന്നത്. എന്തുകൊണ്ടാവാം പ്രതിയെ മൗനം പാലിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്? ഒന്ന് കുറ്റസമ്മതമായിരിക്കാം. മറുപടി പറയാനാവാത്ത വിധം ഒരു പാപബോധം തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുമ്പോൾ വാക്കുകൾ അങ്ങനെ പുറത്തേക്ക് വരും. രണ്ടാമതൊരു സാധ്യതയുണ്ട്. മറുപടി നിഷ്ഫലമാണെന്നും മൗനമായിരിക്കട്ടെ എൻ്റെ മറുപടിയുമെന്നും ചിലർ കരുതുന്നുണ്ടാവും. അതുകൊണ്ടാവും ചിലർ മിണ്ടാതെ ഇരിക്കുന്നത്, മൗനം പാലിക്കുന്നത്. ഭീരുവും ധീരനും ചില നിമിഷങ്ങളിൽ ഇങ്ങനെ മൗനം സ്വീകരിക്കാറുണ്ട്, പാലിക്കാറുണ്ട്. ധീരന്റെ മൗനത്തെ എങ്ങനെ അറിയാം? ശരീരഭാഷയിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. തലകുനിച്ച് കൈകൾ മുന്നിലേക്ക് താഴ്ത്തിക്കെട്ടി നിൽക്കുന്ന കുറ്റാരോപിതൻ കളങ്കിതനാണെന്ന് കരുതേണ്ടി വരും. എന്നാൽ ശിരസ്സുയർത്തി ചെറുപുഞ്ചിരിയോടെ മന്ദഹാസത്തോടെ വധശിക്ഷ വിധിക്കും മുമ്പ് മൗനമായി നിൽക്കുന്ന കുറ്റാരോപിതനെ നോക്കി ഒരു നിമിഷം ന്യായാധിപൻ പോലും ആശ്ചര്യപ്പെട്ടെന്ന് വരാം. യേശുവിനെ നോക്കി ന്യായാധിപനായ പീലാത്തോസ് വിസ്മയിച്ചു എന്ന് സുവിശേഷങ്ങൾ ഒരേ സ്വരത്തിൽ ആവേശത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27 അധ്യായവും മർക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായമൊക്കെ യേശുവിന്റെ മൗനത്തെ നോക്കി, മൗനത്തെ കണ്ട ന്യായാധിപനായ ദേശാധിപതിയായ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറയാതിരുന്നത് കൊണ്ടാണ് ഈ വിസ്മയം. ഉത്തരം മുട്ടിപ്പോയവന്റെ നിൽപ്പല്ല യേശുവിൽ കണ്ടേ. മറുപടിയില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി തന്നെ പറഞ്ഞത് മൗനമായിരുന്നു. കുറച്ചൊക്കെ നമുക്കും ഒന്ന് മിണ്ടാതിരിക്കാൻ പരിശീലിച്ചാൽ, മിണ്ടാതിരിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾ എന്തുമാത്രം മാലിന്യം നിറഞ്ഞതായി മാറുന്നു. പരിസരത്തെയും മനുഷ്യരെയും ഒക്കെ എന്തുമാത്രം അത് ഭാരപ്പെടുത്തുന്നു, മുറിപ്പെടുത്തുന്നു. മിണ്ടാതിരിപ്പാനും നമുക്ക് പഠിക്കാം. ആമേൻ.